ഞാൻ വീട്ടിലിരുന്നുകൊണ്ട് ഓർബിറ്റിൽ ക്ലാസ് എടുക്കാനുള്ള പോർഷൻസ് പ്രിപ്പയർ ചെയ്യായിരുന്നു. അപ്പോഴാണ് 10ാം ക്ലാസ് കെമിസ്ട്രിയിലെ രണ്ടാമത്തെ ചാപ്റ്ററിൽ എത്തനോളിൻ്റെ ഇൻഡസ്ട്രിയൽ പ്രിപ്പറേഷൻ ഞാൻ കണ്ടത്. അപ്പോൾ എൻ്റെ മനസ്സിൽ പെട്ടെന്ന് വന്നൊരു ആശയമാണ് വീട്ടിലൊന്ന് എത്തനോൾ നിർമ്മിച്ച് നോക്കാം. അതിനായിട്ട് ഞാൻ വീടിൻ്റെ സൈഡിൽ പോയി നല്ലൊരു കോണി എടുത്തുകൊണ്ട് വന്നു. വീടിൻ്റെ ഫ്രണ്ടിലുള്ള തെങ്ങിന് മുകളിൽ വെച്ച് തെങ്ങിൽ വലിഞ്ഞു കയറി 2 തേങ്ങയിട്ടു. എന്നിട്ട് ഈ തേങ്ങയും കൊണ്ട് വീടിൻ്റെ ബാക്കിൽ വന്നതിന് ശേഷം അതിനെ പൊട്ടിച്ച് ഒരു പാത്രത്തിലേക്ക് ഒഴിച്ചു. ഈ ഒഴിച്ച പാത്രത്തിലേക്ക് കുറച്ച് പഞ്ചസാര ഇട്ട് മിക്സ് ചെയ്ത് കൊടുത്തു. എന്നിട്ട് ഞാനതിനെ ഒരു കുപ്പിയിലാക്കി പിന്നീട് ഇൻസ്റ്റൻറ്റ് ഈസ്റ്റ് കുറച്ച് ആഡ് ചെയ്ത് കൊടുത്ത് നന്നായിട്ട് മിക്സ് ചെയ്ത് ഒരു ഇരുട്ടറയിൽ കൊണ്ടുപോയി വച്ചു. ഇനി നമുക്ക് ഇതിലെ കെമിസ്ട്രി സംസാരിക്കാം. ഇവിടെ നമ്മൾ പ്രിപ്പയർ ചെയ്തിട്ടുള്ളത് ഷുഗർ സൊല്യൂഷനാണ്. അതോടൊപ്പം ആഡ് ചെയ്തിട്ടുള്ളത് ഈസ്റ്റും. ഈസ്റ്റിൽ 2 എൻസൈമുകളുണ്ട്. ഒന്നാമത്തേത് ഇൻവേർട്ടേസ്, രണ്ടാമത്തേത് സൈമേസ്. ഒന്നാമത്തെ എൻസൈമായിട്ടുള്ള ഇൻവേർട്ടേസ് ഷുഗർ സൊല്യൂഷനെ നേരെ ഗ്ലൂക്കോസും ഫ്രക്ടോസുമാക്കി മാറ്റും. പിന്നീട് രണ്ടാമത്തെ എൻസൈമായിട്ടുള്ള സൈമേസ് ഇതിലെ ഗ്ലൂക്കോസിനെയും ഫ്രക്ടോസിനെയും എത്തനോളും കാർബൺ ഡൈ ഓക്സൈഡും ആക്കി മാറ്റും. ഇനി നമ്മൾ ഇരുട്ടറയിൽ സൂക്ഷിച്ചിട്ടുള്ള കുപ്പിയെടുത്ത് തുറന്നു നോക്കുന്ന സമയത്ത് സോഡ പൊട്ടിക്കുന്നത് പോലെ ഒരു സൗണ്ട് നമുക്ക് കേൾക്കാൻ കഴിയും. അതിന് കാരണം നമ്മൾ ഈ രാസപ്രവർത്തനം വഴി ഉണ്ടാകുന്ന കാർബൺ ഡൈ ഓക്സൈഡ് പുറത്തു പോകുന്നതാണ്. ഈ ഉണ്ടാക്കിയത് നമ്മൾ ഉപയോഗിക്കാൻ പാടില്ല എന്നുള്ളതുകൊണ്ട് ഞാനത് ബേസിൽ കളഞ്ഞു.